ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ഗ്രാനിയാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഗൈസ്, അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഇന്ന് ഈ ഒരു ഗ്രാനി കളിച്ച് നമ്മൾ ഈ വീടിൻ്റെ വെളി ഇറങ്ങാൻ നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ ഗ്രാനി എന്ന് പറയുന്നത്. ഗൈസ്, സൈഡിൽ കൂടെ എത്തി നോക്കുന്ന ഒരു ഫുണ്ടയുണ്ട്. അതാണ് ഗൈസ് നമ്മുടെ ഗ്രാനിയുടെ ഡോൾ എന്ന് പറയുന്നത്. ഇതാണ് ആ ഡോള്. ഗൈസ്, എന്തായാലും കൊള്ളാം, നമുക്ക് കളി അങ്ങോട്ട് തുടങ്ങാം. ഗൈസ്, ഇത് ഹൈ ക്വാളിറ്റി ആണ് ഇട്ടേക്കുന്നത്. ഡിഫിക്കൽട്ടി ഈസിയാണ്. നമ്മൾ ആദ്യമേ അത് ജയിക്കട്ടെ, എന്നിട്ട് ബാക്കി ഹൈയും ഹാർഡും ഒക്കെ പോവാം. എന്തൊക്കെയുള്ളേ? ഈസി, നോർമൽ, ഹാർഡ്, എക്സ്ട്രീം ആണ് സംഭവം ഉള്ളത്. നോർമൽ പോലും നമ്മൾ കളിക്കത്തില്ല. നമ്മൾ ഈസി ഇട്ടെന്ന് ആദ്യം നോക്കാം. എന്നിട്ട് നമ്മൾ കളിയൊക്കെ വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഹാർഡ് ഇട്ട് വരുന്നതൊക്കെ ആയിരിക്കും. ഗൈസ്, എക്സ്ട്രാ ലോക്കൊന്നും വേണ്ട, ഒത്തിരി ഡാർക്കറൊന്നും വേണ്ട. ഡാർക്കർ ഇല്ലാണ്ട് തന്നെ ഗ്രാനിയെ കാണുന്നില്ല. അപ്പോഴാണ് ഡാർക്കർ ഇട്ട് കഴിഞ്ഞാൽ. ഗൈസ്, എന്തായാലും കൊള്ളാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമ്മളെ ചെറുക്കൻ എഴുന്നേറ്റിട്ടുണ്ട്. ഗൈസ്, എന്തായാലും നമ്മൾ ചെറുക്കനാണോ പെണ്ണാണോ എനിക്കൊരു പിടിയില്ല. നമുക്ക് ഇങ്ങനെ ഒരു ക്യാമറ വ്യൂ ഉള്ളൂ. ഗൈസ്, കട്ടിലൊക്കെ സീനാണ്. ഒരു വല്ലാത്തൊരു പെയിൻ്റാണ് ഗൈസ് ഈ ഒരു വീട്ടിൽ. വല്ലാത്തൊരു പെയിൻറ്റിങ് ആണ്, പ്രത്യേകിച്ച് ഈ റൂമിലൊക്കെ, ഈ കബോർഡിലൊക്കെ. അതിനകത്തുനിന്ന് ലീവ് മൈ ഹൗസ് എന്ന് അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. ഗൈസ്, കാറിൻ്റെ ബാറ്ററി ഇരിപ്പുണ്ട്. ഗൈസ്, നമ്മൾ ഈ ഒരു നേരത്തെ ഈ ഒരു ഗെയിം കളിച്ച് വെളിയിറങ്ങിയിട്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് കളിക്കുകയാണ്. അതിന് മുന്നേ നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് കളിച്ചിട്ടുണ്ട്. ആ സമയത്ത് വീടിന് വെളിയിലൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് സൗണ്ട് അത്ര ക്ലിയറായിട്ട് കേൾക്കുന്നൊന്നുമില്ല. ഗ്രാനിയൊക്കെ എവിടാന്നൊക്കെ ആർക്കറിയാം. പെണ്ണുമ്പിളയൊക്കെ തോന്നുന്ന സമയത്ത് കയറി ഇങ്ങ് വരും. അതല്ലേ ഗൈസ് സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഗൈസ്, സ്പാർക്ക് പ്ലഗ് അത് കൊടുത്തു, അത് കാറിൻ്റെ ആണെന്ന് തോന്നുന്നു. ഗൈസ്, ഷോട്ട് ഗണ്ണിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, അതുകൊണ്ട് എലിയൊക്കെ താഴോട്ട് പോകുന്നു. ഈ എലിയിൽ ചവിട്ടിയാലും സൗണ്ട് കേൾക്കും. എലി ചവിട്ടിയ സൗണ്ട് കേൾക്കും. ഗൈസ്, നമ്മൾ സൗണ്ട് കേൾക്കാതെ വേണം മാക്സിമം ഓരോ പരിപാടി ഒപ്പിക്കാൻ. ഗൈസ്, സൗണ്ട് കേൾക്കാതെ ഒപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടാസ്ക്കാണ്. ഗൈസ്, സൗണ്ട് കേട്ടോ? അതോ ഇപ്പം സൗണ്ട് കേട്ട്. ഗൈസ്, ഇപ്പം ഗ്രാനി അങ്ങോട്ട് എഴുന്നള്ളും. അതിന് മുന്നേ നമ്മൾ ഷോട്ട് ഗണ്ണ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഷോട്ട് ഗണ്ണിനുള്ള ചാൻസ് ഉണ്ട്. ഒരു പീസോടെ കിട്ടിക്കഴിഞ്ഞാൽ ഷോട്ട് ഗണ്ണ് റെഡിയാവും. ഗൈസ്, വെപ്പൺ കീ വേണം. വെപ്പൺ കീ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കത്തുള്ളൂ. ഗൈസ്, ഒരു ഗ്രാനി ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, ഗ്രാനി ഫുണ്ടേന്നൊന്നും വന്നിട്ടില്ല. ഗൈസ്, ഇവിടെ എന്തോ കത്തും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളതൊന്നും എടുത്ത് വായിക്കത്തൊന്നുമില്ല. അതിൻ്റെ ഒന്നും ഒരാവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് കളിക്കുക, വീടിന് ഇവിടെ ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഗൈസ്, ഇവിടെ ഒന്നും ഒരു തേങ്ങയില്ല. ഗൈസ്, ഇവിടെ ഒന്നും ഒരു ഇതുമില്ല. നമുക്ക് എന്തായാലും ഇവിടുത്തെ പുള്ളിക്കാർക്ക് ഡോറ് തുറക്കുന്ന സമയമാകുമ്പോൾ ഡോറ് തുറക്കുന്നു. ഗൈസ്, പുള്ളിക്കാർ ഡോറ് കയറി. ഓക്കെ ഗൈസ്, പുള്ളിക്കാർക്ക് നമ്മൾ കവളിപ്പിച്ചു. ഗൈസ്, പുറത്ത് വരട്ടെ. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ഒന്നും ഒരു തേങ്ങയില്ലല്ലോ. ഗൈസ്, ഷോട്ട് ഗണ്ണിൻ്റെ പാട്ട് കിട്ടി. മൂഞ്ചി. ഗൈസ്, സ്പെഷ്യൽ കീയെ. ഗൈസ്, എന്തായാലും നമ്മൾ ആ ഡോറൊക്കെ അടച്ചിടുക, നമ്മുടെ ഒരു മര്യാദ. ഗൈസ്, നമ്മൾ ഷോട്ട് ഗണ്ണ് കിട്ടി. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ, ഷോട്ട് ഗണ്ണ് നമുക്ക് ഒപ്പിക്കാൻ കുറച്ച് ചിലപ്പം, അതായത് അത്രയും പാർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് കറക്റ്റ് കിട്ടും. ചിലപ്പോൾ ഗൈസ് കറക്റ്റൊന്നും കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ചിലപ്പോൾ നല്ല ടാസ്ക് ആയിരിക്കും ഷോട്ട് ഗണ്ണ് സെറ്റ് ചെയ്യാൻ. നല്ല പാടുണ്ടായിരിക്കും ഗൈസ്. അങ്ങനത്തൊരു സംഭവമുണ്ട്. ഓക്കെ, നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്ത് വരുമ്പം ഒറ്റ വേടി. ഗൈസ്, എന്ത് ചെയ്യുക? പുള്ളിക്കാരത്തി വരേണ്ടതാണല്ലോ. ഗൈസ്, പുള്ളിക്കാരത്തി വരേണ്ടതാണ്. എന്ത് ചെയ്യുന്നത്? തലക്കൊരു വെടി കൊടുത്തിട്ടുണ്ട്. ഗൈസ്, പുള്ളിക്കാരത്തി നമ്മൾ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. ഇവരൊന്നും അറിഞ്ഞില്ലല്ലോ. ഈ പെണ്ണുമ്പിള്ള ചാദിച്ചെണ്ണ. ഗൈസ്, നമ്മളെന്തായാലും അവളെ എടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്.
അവളെ ഒറ്റ വെടിക്ക് അങ്ങ് ഉറക്കി ഗൈസ്. 2 ഈ നമ്പറൊക്കെ ആവശ്യമുള്ള നമ്പറാണ്. ഓക്കെ, നമ്മൾ ഗണ്ണൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ബുക്ക് ഇരിപ്പുണ്ട്, പിന്നെ സ്പെഷ്യലിറ്റിയും കാര്യങ്ങളൊക്കെ. താഴത്തെ ഫ്ലോറൊക്കെ ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ഇനി നമുക്ക് മണ്ടക്കോട്ട് പോയിട്ട് നോക്കാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. ഗൈസ് കക്കൂസിലൊന്നും ഇല്ല ഗൈസ്. ഇതെന്ത് ഗൈസ്, ഇവിടുത്തെ ചോര തൂറിയോ ഗൈസ്? ഇവിടെ എന്തോ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ട് വെക്കാം. നമുക്ക് ഈ ഗണ്ണ് അവിടെ വെക്കാം തൽക്കാലത്തേക്ക് ഗൈസ്. അവിടെ ഒന്നും ഒരു തേങ്ങയില്ല ഗൈസ്. മണ്ടയ്ക്ക് ഒരു തേങ്ങയും കാണൂല ഗൈസ്. നമുക്ക് ഒരു കട്ടിങ് പ്ലെയർ ഉണ്ട്, അത് നമ്മൾ വെച്ച് കട്ട് ചെയ്യണം. അത് നമ്മൾ യൂസ് ചെയ്യാം ഗൈസ്. അതിന് മുന്നേ നമുക്ക് ഇവിടെ വേറൊരു സംഭവമുണ്ട് ഗൈസ്. ഈ ബുക്ക് എടുത്ത് ഒരിടത്ത് വെക്കണം ഗൈസ്. ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മുണഞ്ഞ വെണ്ണുമ്പിള്ള അതിനകത്ത് ഇരിപ്പുണ്ട്. അവൾ വീണ് ചാവുന്നതൊക്കെ കാണിക്കും ഗൈസ്. ഗൈസ് ഓ അവൾ അഭിനയം കണ്ടോ ഗൈസ്? അവൾ അഭിനയം കണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ നിരന്നൊക്കെ വരും അയ്യോ. അതൊക്കെ കാണാനാ ഗൈസ് വയ്യാത്ത. എന്താ അഭിനയം? അഭിനയത്തിന് കൊടുക്കണം ഗൈസ് ഒന്നാം സമ്മാനം ഗൈസ്. വെറും പെണ്ണും അവളെന്നിട്ട് ഇവിടെ വന്നിട്ട് അവളങ്ങ് മയങ്ങി അങ്ങ് വീണു ഗൈസ്. മയങ്ങി അങ്ങ് വീഴും. എന്നിട്ട് അവളൊരു താക്കോലുണ്ട്, അതങ്ങോട്ട് വെക്കുക. അതിനെന്നാൽ പിന്നെ അവൾ അകത്തുനിന്നേ വെക്കത്തില്ല. ഉടനെ അവൾ ഇവിടെ വരെ നിരങ്ങി അങ്ങ് വരും ഗൈസ്. ഇതുപോലെ വെറും വൃത്തിയായിട്ടൊരു പെണ്ണുമുള്ള ഗൈസ്. നമ്മുടെ കട്ടിങ് പ്ലെയർ ഇവിടെ ആയിരുന്നു ഗൈസ് ഇരുന്ന് ഗൈസ്. 2 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. നമ്മുടെ ഗ്രാനി എഴുന്നേക്കാനുള്ള സമയമായി ഗൈസ്. നമ്മുടെ താക്കോലെടുക്കുന്നു ഗൈസ്. ഗ്രാനി എന്ത് ചെയ്യും ഗൈസ്? ഗ്രാനിയെ കാണുന്നില്ലല്ലോ. സാധാരണ പുള്ളിക്കാരത്ത് വരണ്ടല്ലേ? 2.5 മിനിറ്റ് ആണോ? 2.5 മിനിറ്റ് ആണോ ഗൈസ്? പക്ഷേ അതിനകത്തൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. സ്പെഷ്യൽ കീ ഉണ്ട്. നമ്മളെ ഇടങ്ങി എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒരാമെങ്കിലും എടുക്കുകയാണ്, നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ നോക്കി വേണം ഗൈസ്. ഇവിടെ ഒന്നും ഒരു തേങ്ങയില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. റൂം പറ്റിച്ച് ഗൈസ്. കാക്കയെ എടുത്തൊരു കീയ് ഗൈസ്. കാക്ക തീർന്നു മച്ചാന്മാരെ, കാക്ക തീർന്നു. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നേരെ പോയിട്ട് നമ്മൾ അവിടെ പോവാം. എന്താ ഗൈസ്, അവിടെ നമ്മുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, താഴെ പോയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അത് തുറക്കുക. ഗ്രാമി ചത്ത അവിടെ ഇവിടെ തുറന്നിട്ടുണ്ട്. അവിടെ പെയിൻറ്റ് ഇത് മറ്റേ ചെയിൻ കട്ടറാണ്. ഇവിടെ ഇതെടുത്ത് ഇങ്ങോട്ടിടുക. എന്നിട്ട് നമുക്ക് മറ്റേ തുറക്കണം ഗൈസ്. എന്തായാലും നമ്മളത് തുറന്നിട്ടേ കാര്യമുള്ളൂ. അതിനു മുന്നേ നമുക്ക് വേറെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമ്മൾ കട്ടിങ് പ്ലെയർ യൂസ് ചെയ്യുക. കട്ടിങ് പ്ലെയർ യൂസ് ചെയ്തിട്ട് നമ്മളെല്ലാം കട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ മാക്സിമം കട്ടിങ് പ്ലെയർ യൂസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇനി ഹാർമറൂടെ സെറ്റ് ചെയ്താൽ മതി. ഹാർമറൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 എണ്ണം തുറക്കും ഗൈസ്. എന്താ പറയുക, ഇവിടെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്
കാർക്കിയ കൊണ്ടൊന്നുമില്ല. ഇവിടെ ഒന്നും ഇരിപ്പില്ല ഗൈസ്, ഇവിടെ ഒന്നും ഇരിപ്പില്ല. ഇവിടെ ചുമ്മാ ഒരു ഇരിപ്പില്ല. ചുമ്മാ പല റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവളൊക്കെ എവിടെ കൊണ്ട് താക്കോല് വെക്കുന്നുണ്ട് എനിക്കറിഞ്ഞൂടെ. താക്കോൽ സാധനങ്ങളെല്ലാം ഇവിടെ ഒളിപ്പിച്ചാണ്. എന്നിട്ട് നമ്മൾ എഴുന്നേക്കാൻ വേണ്ടി ഇരിക്കും, എന്നിട്ട് നമ്മളെ അടിച്ചു കൊല്ലണം. ഗൈസ് ഇതൊക്കെയാണ് ഇവളുടെ സ്വഭാവം. എങ്ങനെ ഗുണം പിടിക്കും. ഗൈസ് നമ്മൾ താക്കോൽ എടുത്തിട്ടുണ്ട്. ഗൈസ് ഗ്രാനിയെ കണ്ട പറന്നോണം, ഒരു ദക്ഷിണയും ഇല്ല. നമ്മൾ 2 തവണ അവളെ അടിച്ച് പെരിപ്പിച്ച് വിട്ട് ഷോർട്ട് ഗണ്ണിന്. നമ്മളെ കിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ നമ്മളെ തിന്നു. വന്ന് ഓക്കെ ഇവിടെ വരെ സെറ്റാണ് ഗൈസ്, സെറ്റാണ്. നമ്മൾ ഇവിടെ തുറന്ന് എന്തായാലും പെണ്ണുമ്പുള്ള ഇപ്പോൾ വരും ഗൈസ്, ഇപ്പോൾ വരും. അവളിപ്പോൾ വരും ഇങ്ങോട്ട്. അവൾക്ക് എന്നെ അടിക്കാൻ ഒക്കത്തില്ല ഗൈസ്, അതാണ് പ്രശ്നം. വരുന്നുണ്ട്. നമുക്കിനി നേരെ താഴോട്ട് പോയിട്ട് ഷോർട്ട് ഗൺ എവിടെ ആയിരുന്നു ഗൈസ് ഇട്ടേ? ഒരു പിടിയില്ലല്ലോ. ഷോർട്ട് ഗൺ എവിടെ ആയിരുന്നു ഇട്ടോ? നമ്മൾ ഏറ്റവും താഴെ കൊണ്ടിട്ടോ. സ്പാർക്കുണ്ട്. ഷോർട്ട് ഗൺ എവിടെ ഇട്ടേന്നൊന്നും അറിയാം. ഗൈസ് നമ്മൾ ഷോർട്ട് ഗൺ ഷോർട്ട് ഗൺ ഇട്ടിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് വേണ്ടത് സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. ഔട്ടാകാനുള്ളൊരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തോ ഉള്ള നോക്കട്ടെ ഗൈസ്. ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ ഒന്നും ഇരിപ്പില്ല. നമുക്ക് മിക്കവാറും ഇനി താഴോട്ട് പോയാലോ എല്ലാം പോകുന്നത്. ഗൈസ് താഴോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ചാവാനുള്ള ചാൻസും കൂടുതലാണ്. ഗൈസ് ഇവർക്കൊന്നും വേറൊരു പണിയില്ല. ഗൈസ് അവളിപ്പോൾ പറന്നിങ്ങ് വരും. ഓ ഗൈസ് തീർന്നു. ഗൈസ് റീലോഡാക്കി. അവളിപ്പോൾ വരേണ്ട വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴിയാണ്. ഗൈസ് പെടച്ച് അവൾ ചത്ത പോകും. ഗൈസ് എത്ര വെടി വെച്ചത്? അതാണ് ഈ ഗ്രാൻഡ് അങ്ങ് ചാവണ്ടല്ലേ ഗൈസ്. അവൾ ചാവത്തില്ലൊന്നുമില്ല ഗൈസ്. ഇതൊന്ന് വെച്ച് നോക്കാം. വീണടാ ഗൈസ്. സ്ക്രൂ ഡ്രൈവർ കിട്ടി. ഷോർട്ട് ഗൺ യൂസ് ചെയ്ത് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പറ്റും കേട്ടോ ഗൈസ്. കൊള്ളാം, അത് കൊള്ളാം ഗൈസ്. നമ്മൾ അത് തുറന്നു, ഇതും തുറന്നു. അതിനകത്തുനിന്ന് എന്താണ് കിട്ടിയത്? ഓ സ്പാറ്റി ഗൈസ്. നമ്മൾ ബാക്കിലത്തെ ഡോറിൽ കൂടെ ഇറങ്ങാനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഉണ്ട്, അതിനകത്ത് ഇരിപ്പുണ്ട് ഒരു സാധനം. നമ്മൾ ഗൈസ് കണ്ടില്ല. ബാക്കിൽ കൂടെ ഇറങ്ങാനുള്ള സാധനങ്ങൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് ഇറങ്ങിയാൽ മാത്രം മതി. അതാണ് ഗൈസ് ഒരിക്കലും ഒക്കാത്തത് ഗൈസ്. അത് നല്ല ടാസ്ക്കാണ്, നമ്മൾ കാണുന്ന പോലൊന്നും അല്ല. അവിടുത്തെ മറ്റേ ചെലന്തിയില്ലേ, അതങ്ങ് നമ്മളെ ഓടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വിഴുങ്ങുകയും ചെയ്യും. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അത് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ചുമ്മാ അങ്ങ് വിഴുങ്ങിക്കൂടും. നമുക്ക് ഇതുവഴിയൊക്കെ അങ്ങ് പോവാം. ഇതുവഴിയൊക്കെ പോയിട്ട് ഇതുവഴിയൊക്കെ കയറി അങ്ങ് പോവാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ തോക്കിൻ്റെ ആമോ സെറ്റ് ചെയ്തിട്ട് ചെറിയ ഒരു പരിപാടിയും കൂടെ. മറ്റേ ആ ഡോറൂടെ ഒന്ന് തുറക്കണം ഗൈസ്. ആ ഡോറൂടെ തുറന്നിട്ട് സൗണ്ട് കേട്ട് ഞാൻ എഴുന്നേറ്റം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ എഴുന്നേക്കും, ചിലപ്പോൾ അവൾ എഴുന്നേക്കത്തുമില്ല. അങ്ങനത്തെ ഒരുത്തിയാണ് അവൾ.
ഗൈസ് എന്തായാലും നമുക്ക് ആ ഡോറ് തുറക്കാൻ മാക്സിമം നോക്കാം ഗൈസ്. പക്ഷേ ഫ്രണ്ട് കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ പാഡ്ലോക്ക് കീയോടെ കിട്ടിയാൽ മതി ഗൈസ്. ബാക്കിയെല്ലാം സെറ്റാണ്. നമുക്ക് കറക്റ്റ് ഉന്നം വെച്ചില്ലേ വെറുതെ ബുള്ളറ്റ് പോകും ഗൈസ്. വെറുതെ കിട്ടിയാ ഗൈസ്. തുറന്നു ഇതേ. ഓ ഗൈസ് ഒരു അസ്ഥിയോടെ കിടപ്പുണ്ട്. തലയൊക്കെ കണ്ടളിക്കുന്നല്ല. ഇത് പന്നല ഗൈസ്. ഇത് ഫുട്ബോൾ കളിക്കുന്നു. ഗോൾ 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 ഗൈസ്. ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുമത് വെച്ച് ഗൈസ്. ഇപ്പോൾ എന്തായാലും ഗ്രാനി വരും 100%. 100% വെച്ചാൽ ഗൈസ് 100% ഗ്രാനി ഉറപ്പായിട്ടും വരും ഗൈസ്. നമ്മളെന്തായാലും അവിടെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താവും, ഇപ്പുറത്തോട്ട് പോവും ഗൈസ്. എന്നിട്ട് ഇപ്പുറത്തോട്ട് പോയിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പോകും ഗൈസ്. ഇനി കിട്ടുവാണെങ്കിൽ ഗ്രാനിയുടെ ചലന്തിയുണ്ട്, അവൾക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. അവളാണെങ്കിൽ ഇതുപോലൊരെണ്ണം എന്നെ അങ്ങ് കൊന്നു തിന്നു. അവളെ മിക്കവാറും ഗൈസ് ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടാസ്ക് വെച്ചാൽ അവളെ പറ്റിക്കാൻ നല്ല പാടാണ്. ഇങ്ങനത്തെ കൊച്ചു ഏരിയ കൂടെ ആയതുകൊണ്ട് നമ്മൾ അവളല്ല പറ്റിക്കപ്പെടുന്നത്, നമ്മളാണ് ഗൈസ് പറ്റിക്കപ്പെടുന്നത്. ഗൈസ് ഇവിടെ നിന്ന് ഒന്നും ഇരിപ്പില്ല. ഇതാണ് മെയിൻ പ്രശ്നം. ഇവിടെയൊക്കെ ചുമ്മാ ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഒന്നും ഇരിപ്പില്ല. ഇവിടെ ഫാമിലിയിലൊക്കെ വേണം വീൽ ക്രാമെന്നൊക്കെ പറയുന്നത്. നമ്മൾ പേരും ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ പേരും. ജസ്റ്റ് മിസ് ഗൈസ്. നമ്മൾ ലിഫ്റ്റ് കയറി. ഓക്കെ നമ്മൾ ലിഫ്റ്റ് കയറി തുറന്നു. ഓക്കെ ഹാൻഡിൽ കിട്ടി ഗൈസ്. അതെടുത്ത് നമുക്ക് താഴെ കൊണ്ടിടാം. നമ്മുടെ യൂസ് ചെയ്യാം ഗൈസ്. ലിഫ്റ്റ് ജാം ആവുമോ? നമുക്ക് ജാം ആവാൻ തോന്നുന്നു. സ്പാർലോക്കിയും ചെയിൻ കട്ടറൂടെ മതി. ഓക്കെ ഓക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ലിഫ്റ്റ് അത്ര സ്മൂത്ത് ഒന്നുമല്ല. ഒന്ന് ഇട്ട് കൊടുക്കുന്നു. ലിഫ്റ്റ് നല്ല ഇതായിട്ടുണ്ട്. ഉണ്ടാവും അല്ലാത്ത രീതിയിലാണ് ലിഫ്റ്റ് പോകുന്നത്. അത്ര സ്മൂത്തൊന്നുമല്ല. ഞങ്ങളുടെ ചലഞ്ചോട് നിൽപ്പുണ്ട്. നമ്മൾ തുറക്കാൻ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ടാവും പോയതുണ്ട്. അവർക്ക് ഒന്നും തൊടാൻ പോലും പറ്റത്തില്ല. തൊടാൻ ഗൈസ് അവൾ നമ്മളെ തൊടണമെങ്കിൽ നമ്മൾ വിചാരിക്കും കൊച്ചിന് വൈകിയേ പോയില്ല. വന്നിട്ട് ഇതങ്ങോട്ട് ഗൈസ്. എന്നിട്ടോ എന്ത് പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ചലന്തിയ സൗണ്ട് കേട്ടോ? ഗ്രാനി ചലന്തിയാണ്. സീനാണ്. നിങ്ങൾ പറഞ്ഞ പോലൊന്നുമല്ല. ഇവിടെ എന്താ
പെട്ടു ഗൈസ്. ഇപ്പോൾ ഗ്രാനി വരും. ഗ്രാനി വന്നു. ഓ ഗ്രാനി വന്നു ഗൈസ്. ഗ്രാനി ഇപ്പോൾ വരും ഗൈസ്. നമുക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ചിലന്തിയെ പറ്റിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഗൈസ് പറ്റിക്കാൻ പറ്റും. പക്ഷെ നല്ല ടാസ്ക് ആണെന്നേ ഉള്ളൂ. ഒറ്റ കാര്യം ഭയങ്കര ടാസ്ക്കാണ്. എന്ന് വെച്ചാൽ ഗൈസ് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഈ ചിലന്തി ആണെങ്കിൽ നമ്മളെ ഓടിക്കുന്ന സമയത്തില്ല, നമ്മൾ അവിടെ ഞാൻ ഇച്ചിരി മുന്നേ കണ്ടില്ല, നമ്മൾ മീറ്റ് എടുക്കുക ആ ഏരിയയിൽ നിന്ന് വേണം നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാം. ആ ഒരു ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ഗൈസ്. അല്ലാതെ നമുക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഈ ചിലന്തി കൈക്കലാക്കി ഗൈസ്. ഇതൊന്നും നമുക്ക് വേണ്ട. ഇതൊന്നും നമുക്കൊരു ഗുണവുമില്ല. ചുമ്മാ എടുത്ത് തേങ്ങ അതിലോട്ട് വേണം ഗൈസ്. അതൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല, അത് വേറെ കാര്യം ഗൈസ്. ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ട് വരും. ഗ്രാനി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഗ്രാനി വന്നിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് അടുത്ത പാർട്ടും കൊണ്ട് താഴോട്ട് പോവാം. ഗ്രാനി ചിലന്തിയുടെ അടുത്തോട്ട് പോവാം ഗൈസ്. അതേ വരുന്നുണ്ട്. ഗൈസ് ഇത് ശരിക്കും മനസ്സിലാകാൻ ഈ ഗ്രാനി ശരിക്കും ആരെയാണ് പിടിച്ച് വെച്ചിട്ടുള്ളത്? ആണിനെയാണോ പെണ്ണിനെയാണോ? അത് പിടിയില്ല ഗൈസ്. നമുക്കിനി ഓക്കെ ഗൈസ്. വീണ്ടും കാൽ ഒടിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇട്ടിട്ടുണ്ടല്ലോ ഗൈസിന് ചെയ്തിട്ടുണ്ട്. പാട്ടിലേക്കുണ്ട്. ഇനി പാഡ്ലോക്കിയുടെ മതി. പാഡ്ലോക്കിയുടെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഗൈസ് നോക്കുന്നത്. അങ്ങനെയല്ലേ ശരിയാക്കണം. അത് ശരിയാകില്ല ഗൈസ്. നമ്മളടുത്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാനിയുടെ ചലഞ്ച് അലച്ചുകൊണ്ട് വരുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യുന്നു ഗൈസ്? ചത്ത നമ്മൾ വീണ്ടും സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ചെയ്യുള്ളൂ സൗണ്ട് കാണുന്നില്ല. ആ ചിലന്തി എന്ത് ഗൈസ്? അതെങ്ങനെ ഗൈസ്? ഇത് ഫൗളാട്ടോ. ഇത് ഫൗളാണ്. നമ്മൾ അതിനകത്താണ് പിന്നെ. ഇത് വെറും ഫൗള് ഗൈസ്. ഇത് വെറും ഫൗളാണ്. എന്ത് നമ്മൾ അതിൻ്റെ അകത്തല്ലേ നിന്നേ? അതൊന്നും ഒരിക്കലും ശരിയാവില്ല. ഞാൻ സമ്മതിക്കത്തില്ല ഗൈസ്. അതെന്ത് പരിപാടിയാണ് അത്? നമ്മൾ അവിടെ വരെ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ തേഞ്ഞു ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് സൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഗ്രാനി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ? ഇങ്ങോട്ട് എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഗ്രാനി വരും ഗൈസ്. ചിലന്തി വെറും ഇടായിട്ടോ സത്യം പറഞ്ഞു. നമ്മളവിടെ അത്ര സൗണ്ടൊന്നും ഉണ്ടാക്കിയിട്ട് ഇല്ല. ചിലന്തി അങ്ങോട്ട് വന്നില്ല. എന്നിട്ട് അതിൻ്റെ പുറയിൽ നിൽക്കുന്നു. നമ്മൾ ആ സമയത്ത് അകത്ത് വന്നതാണ്. അകത്തുനിന്ന് പിടിച്ചെടുക്കാനൊന്നും പറ്റൂല അങ്ങനെ ഗൈസ്. നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഗ്രാനി പോയിട്ട് പോനെ നോക്കണമല്ലോ. ഡോറടക്കായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. പന്നത്തുള്ളത് ആ പോട്ടെ ഒന്ന് പോയെ. നമുക്ക് ഇവിടുത്തെ ഈ സാധനം കൂടെ എടുത്ത് കളയാം ഗൈസ്. ഗ്രാനി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് താഴെ പോകാനായിരുന്നു. എടാ എന്ത് സാധനം ഇത്? തേങ്ങ
ഗൈസ് ഇത് വെറും ഫൗള്. നമ്മളത് ഫുള്ള് ഹോൾഡ് ചെയ്തതാ, അത് അഴിച്ചില്ല സമയത്ത്. ഗൈസ് ഡേ 3 ആയി, ഇനി 2 ഡേ കൂടെ ഉള്ളൂ. എങ്ങനെയും ആ കീ കണ്ടിട്ട് ആ ബാക്കിൽ കൂടെ ഒന്ന് ഇറങ്ങണം, അത്രേ ഉള്ളൂ നമുക്ക് പറയാം. ഗൈസ് നമുക്ക് ബാക്കിൽ കൂടെ എങ്ങനെയും ഇറങ്ങിയേ പറ്റത്തുള്ളൂ. എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ആ ബാക്കിൽ കൂടെ ഇറങ്ങണം. എന്തായാലും ഗൈസ് നമ്മൾ ഇറങ്ങിയേ പറ്റും. ഗൈസ് നമ്മൾ ലോക്ക് കിട്ടി. ഗൈസ് ഇനി കീ അവിടെ ഇടുന്നിടം വരെ എനിക്ക് സമാധാനമില്ല. ഈ ഒരു കീ അവിടെ എങ്ങനെയും ഇടണം. ഗൈസ് ഇത് ഡ്രെയിനേജ് ഏരിയയാന്ന് തോന്നുന്നു. ഇത് ഗ്രാനുകളും മൂത്രമൊക്കെ ഒഴിച്ച് വെച്ചാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് ഇത് മിക്കവാറും എന്നെ കളിക്ക് വെളിയിൽ വിടത്തില്ല കേട്ടാ. ഇങ്ങനെ കളിയാണ് എന്നെ വെറുതെ വെളിയിൽ വിടത്തില്ല. ഗൈസ് ഇത് എത്ര നേരമായി തേങ്ങ. ഗൈസ് നിങ്ങൾ തന്നെ നോക്കിയേ, എന്നെ ഇങ്ങനെയാണെങ്കിൽ കളിക്ക് വെളിയിൽ വിടത്തില്ല. ഞാനിനി എങ്ങനെ പോവും വെളിയിൽ? ഡേ 4 ഗൈസ്, ഡേ 4 ആയി. ഇതോടെ കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേ എന്നൊരു പേരൂടെ പറയും. അതോടെ കഴിഞ്ഞാൽ ഗൈസ് കഴിഞ്ഞു. ലാസ്റ്റ് ഡേയുടെ കഴിഞ്ഞു ഗൈസ്. ഈ കാര്യത്തിലൊരു തീരുമാനമായി. ഗൈസ് നമുക്ക് എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ ക്യാമറ ഒക്കെ ഇതാവുന്നു. ഗൈസ് നമ്മൾ വീണിട്ടുണ്ട്, വീണ്ടും താഴോട്ട് വീണിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ് എന്നാലും എൻ്റെ കാക്കോല് കേറി. യെസ് ഗൈസ് കേറി. ഗൈസ് തുറന്ന് ഗൈസ് നമ്മൾ വീടിൻ്റെ വെളിയിൽ പോയി. വേണ്ട ഗ്രാനി അവിടെ ഇരിക്കത്തേ ഉള്ളൂ, മുട്ടും കുത്തിക്കൊണ്ട് ചെലന്തിയൊക്കെ വേണ്ടിരിക്കുന്ന അവള്. ഗൈസ് വേണ്ട നമ്മൾ ബാക്കിലത്തെ ഡോറിൽ കൂടെ ഇറങ്ങി കേട്ടോ. അവിടെ ഇരിക്കും, അവിടെ വായും വിളിച്ചിട്ട് അങ്ങനെ ഇരുന്നോ. ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങിയിട്ടുണ്ട്. കളി എന്തായാലും തീർത്തുണ്ട്. ഗൈസ് എന്തായാലും കൊള്ളാം. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഗൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.